നിനക്ക് ശത്രുക്കൾ ഉണ്ടെങ്കിൽ അത് നിന്റെ രക്തബന്ധത്തിലും നിന്റെ കുടുംബ ബന്ധത്തിലുമാണ്. നാട്ടുകാർക്ക് നീ എന്ത് ചെയ്താലും അത് ഓനാണ് ചെയ്തു, ഇങ്ങോട്ട് ചെയ്തു, അങ്ങനെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അസൂയുള്ള ആളുകൾ, അത് നിങ്ങൾ ഓരോട് തെറ്റൊന്നും ചെയ്യണ്ട, നിങ്ങൾ നല്ലതുപോലെ ഒന്ന് ജീവിച്ച് കാണിച്ചാൽ മതി. പലരും പറഞ്ഞേക്കാം ബന്ധങ്ങൾ കുടുംബങ്ങളൊക്കെ നിലനിൽക്കണമെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ സൈലൻ്റ് ആവണം, അതല്ലെങ്കിൽ കുറച്ച് ഒതുങ്ങി നിൽക്കണം എന്നുള്ളത്. എന്തെങ്കിലുമൊക്കെ കണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റക്കാരനാവും, ബന്ധങ്ങൾ നഷ്ടപ്പെടും, കുടുംബങ്ങൾ നഷ്ടപ്പെടും, ഒറ്റപ്പെടും എന്നൊക്കെ പറഞ്ഞേക്കാം. നമ്മൾ ഒരു തെറ്റ് കണ്ടിട്ട് ആ തെറ്റിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ആ ബന്ധം നഷ്ടപ്പെടുകയാണെങ്കിൽ ആ ബന്ധം അങ്ങോട്ട് പോയിക്കോട്ടെ എന്നുള്ളൊരു അഭിപ്രായക്കാരാണ് ഞാൻ, അല്ലേ? അതല്ലാതെ ഓൻ നഷ്ടപ്പെടും, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഓനക്ക് എന്താ തോന്നുക എന്നൊക്കെ വിചാരിച്ച് മിണ്ടാതിരുന്നാൽ അങ്ങനെയൊന്നുള്ള ഒരു ക്ലിയർ ബന്ധമല്ല. അതൊക്കെ വെറുതെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ മുന്നോട്ട് പോകണം. അങ്ങനത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് ബന്ധങ്ങളൊക്കെ ഒഴിവാക്കണം. കാരണം നമ്മൾ എന്താ ഇപ്പോൾ ആവുക, അല്ലെങ്കിൽ എന്താ തോന്നുക, ഞാൻ എൻ്റെ ഒരു ലൈഫ് ഇനി എവിടുക്ക പോവുക, അങ്ങനെയൊക്കെ ആവുക എന്നുള്ളൊക്കെ ടെൻഷൻ ആലോചിച്ചിട്ട് നമ്മൾ പരമാവധി അഡ്ജസ്റ്റ് ചെയ്യും. അഡ്ജസ്റ്റ് ചെയ്യരുത്. തെറ്റ് കണ്ടാൽ തെറ്റാണെങ്കിൽ തെറ്റാന്ന് തന്നെ പറയണം. എന്നിട്ട് അവർ നമ്മോട് മിണ്ടണില്ലേ, അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ കിടക്കണില്ലേ, അല്ലെങ്കിൽ നമ്മളെ വിളിക്കണില്ലേ, അല്ലെങ്കിൽ നമ്മളെ വാട്സപ്പ് ബ്ലോക്ക് ചെയ്തിടേ, അതൊക്കെ ചെയ്തോട്ടെ, അതൊന്നും വിഷയമാക്കണ്ട. കുറേ ബന്ധക്കാരുണ്ട്, നാട്ടുകാരെക്കാട്ടിലും വൃത്തികെട്ട കുറേ കുടുംബങ്ങളുണ്ട്, ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. നല്ലൊരു ഡ്രസ്സ് ധരിച്ചാൽ, നല്ലൊരു വാഹനം മേടിച്ചാൽ, നല്ലൊരു വീട് വെച്ചാൽ, കുടുംബത്തിൻ്റെ കൂടെ ഹാപ്പി ആയിട്ട് നടക്കണ കണ്ടാൽ, ഇതൊക്കെ കണ്ടിട്ട്, അതായത് അതാണ് അവരെ അസുഖം. എങ്ങനെ ഇവരിത് സഹിക്കണ്? എന്നിട്ട് നമ്മളോട് യാതൊരു കോണ്ടാക്റ്റില്ല, നമ്മുടെ വാട്സപ്പ് ബ്ലോക്ക് ചെയ്തിടുക, നമ്മളോട് വിളിക്കണില്ല, നമ്മുടെ വീട്ടിലേക്ക് വരൂല, നമ്മളെന്തെങ്കിലും പറയാണ്ടെങ്കിൽ അത് അപ്പുറം ഇപ്പുറമൊക്കെ പോയിട്ട് പറയാ. കാരണം അപ്പുറം പറഞ്ഞാൽ ഇപ്പുറം കിട്ടുമെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് അങ്ങനത്തെ പരിപാടി ചെയ്യുന്നത്. അങ്ങനത്തെ കുറേ ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ, അല്ലേ? നിങ്ങളെ ചുറ്റുപാടിലും നിങ്ങളെ കുടുംബത്തിലും ഉണ്ടാവും അങ്ങനെയൊക്കെ ഉള്ളത്. ഞാനിപ്പോൾ അതൊക്കെ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെയൊക്കെ വീട്ടിൽ രാത്രി കാലങ്ങളിൽ സിറ്റ് ഔട്ടിൽ പട്ടിയും പൂച്ചയൊക്കെ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കുപ്പിയിൽ വെള്ളമാക്കി വെക്കും, അല്ലേ? പക്ഷെ അതൊക്കെ അവഗണിച്ചിട്ടും ഈ പട്ടിയും പൂച്ചയും വീണ്ടും നമ്മളെ സിറ്റ് ഔട്ട് കയറും. അത്ര പോലും തടസ്സങ്ങൾ നമ്മളെ വീട്ടിൻ്റെ വളപ്പിലേക്കോ അല്ലെങ്കിൽ സിറ്റ് ഔട്ടിലേക്കോ ഇല്ല എന്നുള്ളത് നമ്മളെ ആളുകൾക്ക് അറിയാം. എന്നിട്ട് പോലും നമ്മുടെ വീട്ടിലേക്ക് കടന്നു നോക്കാനുള്ള മടിയല്ല, വെറുപ്പ് അവർക്ക് നമ്മളോട്. അതെന്തുകൊണ്ടാണ്? അധ്വാനിച്ചിട്ട് രാവും പാലും ഇല്ലാതെ അധ്വാനിച്ച് കഷ്ടപ്പെട്ടിട്ട് 10 ഉറുപ്പ്യ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് ഓന് എന്തെങ്കിലും ചെയ്യണ കണ്ടു കഴിഞ്ഞാൽ നാട്ടുകാരെ ഞാൻ പറയില്ല, എല്ലാ കുടുംബക്കാരെയും നോക്കൊണ്ടി, ഓരോ വ്യക്തികൾ, നിങ്ങൾ അടുത്ത് നോക്കൊണ്ടി, നിങ്ങളെ കുടുംബത്തിലുണ്ടാവും നിങ്ങളോട് വെറുപ്പുള്ള ആളുകൾ, അസൂയുള്ള ആളുകൾ. അത് നിങ്ങൾ ഓരോട് തെറ്റൊന്നും ചെയ്യണ്ട, നിങ്ങൾ നല്ലതുപോലെ ഒന്ന് ജീവിച്ച് കാണിച്ചാൽ മതി. നല്ലൊരു ഡ്രസ്സ് ധരിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, നല്ലൊരു യാത്ര ചെയ്യുക, നല്ലൊരു വാഹനം മേടിക്കുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വളരെ റോങ്ങാണ്. കാരണം ഞാൻ ദുരിതമാണ്, എനിക്കിനി എന്ത് പ്രശ്നം ഉണ്ടായാലും വേണ്ടില്ല, അതിനല്ല എനിക്ക് വേദന. നിന്റെ ജീവിതം അടിപൊളിയാണ് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സമാധാനം മുഴുവൻ പോവും. എനിക്ക് ഭക്ഷണം ഇറങ്ങൂല, എനിക്ക് ഉറക്കില്ല, എൻ്റെ എല്ലാ കാര്യങ്ങളും അവതാളത്തിലാണ്. ഞാൻ ജോലിക്കടക്കം എനിക്ക് പോകാൻ പറ്റണില്ല. പറഞ്ഞാൽ മനസ്സിലാവണ്ട? എൻ്റെ പ്രശ്നങ്ങളിലല്ല എനിക്ക് വേവലാതി, നിന്റെ വളർച്ചയിലാണ് എൻ്റെ പ്രശ്നം. ഇങ്ങനെയുള്ള കുറേ ബന്ധുക്കാർ നിങ്ങൾക്കും ഇല്ലേ? ഉണ്ടാവും. പൊന്നാര ഭായിമാരെ, നിങ്ങൾ ആരെങ്കിലും ഉറക്കത്തിൽ പാമ്പിനെ കാണാറുണ്ടോ? നമ്മൾ പറയില്ല ശത്രുക്കൾ ഉള്ളവനക്കാണ് പാമ്പിനെ ഉറക്കത്തിൽ കാണുന്നത്. ആ ശത്രു ഒരിക്കലും പുറത്തല്ല, ആ ശത്രു നിങ്ങളെ കുടുംബത്തിലും നിങ്ങളുടെ വീട്ടിലേക്ക് കയറും. നല്ലോണം ശ്രദ്ധിച്ചോ, ഒരു സംശയം വേണ്ട. നിനക്ക് ശത്രുക്കൾ ഉണ്ടെങ്കിൽ അത് നിന്റെ രക്തബന്ധത്തിലും നിന്റെ കുടുംബ ബന്ധത്തിലുമാണ്. നാട്ടുകാർക്ക് നീ എന്ത് ചെയ്താലും അത് ഓനാണ് ചെയ്തു, ഇങ്ങോട്ട് ചെയ്തു, അങ്ങനെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഓലിഞ്ഞൊരു പീഡിയോ കോലം ഇരുന്ന് 4 വർത്താനം പറഞ്ഞാൽ അതോടെ തീരും. പക്ഷെ നിന്റെ കുടുംബത്തിലുള്ളവരെ നീ നല്ലോണം ശ്രദ്ധിച്ചോ, മരണം വരെ സംഭവിക്കും. കൊന്നു കളയും ഓല് നിന്നെ, നല്ലോണം ശ്രദ്ധിച്ചോ.